അള്ളാഹു എനിക്ക് ബറക്കത്ത് തന്നു എന്നല്ല, അള്ളാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുകയാണ്, എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഏത് ശരീരത്തിന്റെ ഭാഗവും ബറക്കത്താ. ആ ബറക്കത്തുള്ള ഭാഗം കൊണ്ട് ആരെ തൊട്ടാലും അവന്റെ രോഗം മാറുന്നതാ. മരിച്ചു കിടക്കുന്നവന്റെ ശരീരത്തിലേക്കൊന്ന് തടകിയാൽ എന്നിട്ട് കുമ്പീരിനില്ല, പടച്ചവന്റെ കൽപ്പന പ്രകാരം ഒന്ന് എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ മരിച്ചു കിടക്കുന്നവന് ചാടി എഴുന്നേക്കുമായിരുന്നല്ലോ. ഇത് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും സാക്ഷ്യപ്പെടുത്തിയതാണല്ലോ. അതെന്തുകൊണ്ടാണ് ഈസാ നബിക്ക് മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത വലിയൊരു ബഹുമതി അല്ലാഹു കൊടുത്തു. വജഅലനി മുബാറകാ, എനിക്ക് അല്ലാഹു ബറക്കത്ത് തന്നു എന്നല്ല, വജഅലനി, എന്നെ അല്ലാഹു ആക്കി മുബാറക്കന് മുബാറക്കാക്കി. അൽഹംദുലില്ലാഹ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ബറക്കത്തുള്ള ആളാക്കി എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, നാളൊരു സമയത്ത് കടന്നു വരുമല്ലോ ഈസാ നബി അലൈഹിസ്സലാം. അതെവിടെയാണ് വരുന്നത്? അങ്ങ് ഡമാസ്കസിലെ വെളുത്ത മിനാരത്തിന്റെ മുകളില് ഈസാ നബി അലൈഹിസ്സലാം ലോകാവസാനത്തിന്റെ സമയത്ത് ഇറങ്ങി വരുമ്പോ ആ സമയത്തും ഈസാ നബി അലൈഹിസ്സലാമിന് പദവി ഉണ്ടാകുമോ? ഒരുപക്ഷേ ഉണ്ടാകുമെന്നാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈസാ നബി പറഞ്ഞത് എന്താണ്? ഐനമാ കുന്തു, ഞാൻ എവിടെ ആയിരുന്നാലും ഞാൻ ബറക്കത്തുള്ളയാളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കരങ്ങൾക്ക് ശക്തി കൂടുതലാണ്, ബറക്കത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബറക്കത്തുള്ളതിന് മാറ്റ് കൂടുതലാണ്. ഇനി ഇതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി അപ്പുറത്ത് നടക്കണമെന്നിരിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണ് അപ്പുറത്ത് നടക്കുന്നത്. അതും പ്രസംഗം, ഇതും പ്രസംഗം, അവിടെയും മൈക്ക്, ഇവിടെയും മൈക്ക്, ഇവിടെയും പ്രഭാഷകൻ, അവിടെയും പ്രഭാഷകൻ, ഇവിടെയും അനുവാചകർ, അവിടെയും അനുവാചകർ. ഇത് ബറക്കത്തുണ്ട്. അത് ചിലപ്പോ ബറക്കത്ത് കാണൂല. കാരണം അത് ഗീബത്തിന്റെ, ഞാൻ ഒരു പാർട്ടിയും പറഞ്ഞില്ല കേട്ടാ, ഒരു പാർട്ടിയും ഞാൻ പറഞ്ഞില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ ഗീബത്താണ്. അല്ല, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ ഒക്കൂല. കാരണം അങ്ങനെയാണല്ലോ, രാഷ്ട്രീയം അങ്ങനെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരെപ്പറ്റിയും പരദൂഷണം പറയുന്ന വേദിയല്ല. ഇത് പരദൂഷണം പറയുന്നത് വ്യഭിചാരത്തെക്കാൾ ക്രൂരമായ ഒരു തിന്മയാണെന്ന് പഠിപ്പിക്കുന്ന സദസ്സാണ്. ഇവിടെ ബറക്കത്തുണ്ട്. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം എന്റെ പ്രിയപ്പെട്ടവരെ. എല്ലാ രാത്രികളും, ഇന്നിപ്പോ ഏത് രാവാ? ബുധനാഴ്ച രാവാ, ഇന്നലെ ചൊവ്വാഴ്ച രാവ്. പ്രിയപ്പെട്ടവരെ, രാവുകളെല്ലാം ഒരുപോലെയാണോ? അല്ല, അങ്ങനെ കരുതരുത്. എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. അല്ലാഹു പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും ഇല്ലാത്തവരും വ്യത്യസ്തമാണ് എന്ന് അല്ലാഹു തന്നെ പറയാൻ. എന്തുകൊണ്ടാണ്? മുസ്ലിയാക്കന്മാർക്ക് VIP പദവിയുണ്ട്. കാരണം എന്താ? കല്യാണം, ഈ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കട്ടെ, എല്ലാവരും പ്രസിഡന്റും സെക്രട്ടറിയും നാട്ടുകാരും എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാചകപ്പുരയുടെ ഇടയിലൂടെ 3 പേരെ കൊണ്ടുപോകും. ആരൊക്കെയാ? പള്ളിയിലെ ഉസ്താദ്, ഖുത്ബ ഓതാൻ വന്ന ആള്, പിന്നെ കൂടെ വന്ന അസിസ്റ്റന്റ്. കാരണം എന്താ? ഇത് ആർക്കും അസൂയ വേണ്ട. ഇത് അല്ലാഹു കൊടുത്ത പദവിയാണ്. കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന, കഞ്ഞിപ്പുരയിലുമുണ്ട്, പള്ളിപ്പുരയിലുമുണ്ട്, പള്ളിപ്പുറത്തുമുണ്ട്, ലോകത്ത് എവിടെയുണ്ട്. ആ ഒരു പദവി അത് അല്ലാഹു കൊടുത്തതാണ്. അതൊരിക്കലും അത് ആരുടെയും ഒരു പ്രത്യേക പരിഗണനയല്ല. അതിൽ ബറക്കത്തുള്ളത് കൊണ്ടാണ്. എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ഞാൻ ആ ഉദാഹരണം പറയൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അമലുകളിലേക്ക് ഇറങ്ങി വരണം. ഫളായിലുകൾ കുറച്ച് പറഞ്ഞിട്ട് നമുക്ക് അമല് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറെ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ഒരു രാവിന് പ്രത്യേക കൂടുതലാ. ഏത് രാവ്? ആ രാവിന് പ്രത്യേകത കൂടുതലായത് എന്തുകൊണ്ടാണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. സൂറത്തു ദുഖാനിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, ഒരു രാത്രി അല്ലാഹു അനുഗ്രഹീതമാക്കി. ആ രാത്രി ഏതാണ്? ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ വിശുദ്ധ ഖുർആൻ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയായ വിശുദ്ധ ഖുർആൻ, ഇറാഖത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രാത്രിയിലാ. ആ രാത്രി ഏറെ പ്രശംസനീയമാണ്. ആ രാത്രി ഏറെ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ രാത്രി തന്നെ വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദാഹരണം ഞാൻ അവസാനിപ്പിക്കുകയാ. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് നമ്മൾ ദുആ എന്നാൽ ജമാദുൽ ആഖിറിൽ
അവസാനത്തെ രാവിലുണ്ടായിരുന്ന അതേ ഇബാദത്താകരുത് റജബ് 1 ഇബാദത്ത്. ദ്വാരത മാത്രം പോരാ, ബറക്കത്ത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹു ബറക്കത്ത് തരും. പക്ഷെ നമ്മൾ എന്തു വേണം? നമ്മുടെ ഡ്യൂട്ടി കൂടെ നിർവഹിക്കണം. കയറ്റുമതി ഉണ്ടെങ്കിൽ ഇറക്കുമതി ഉണ്ടാവുള്ളൂ, അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ജമാദുൽ ആഖിറിന്റെയും ജമാദുൽ ഊലയുടെയും റബിയുൽ ആഖിറിന്റെയും റബിയുൽ അവ്വലിന്റെയും മുഹറത്തിന്റെയും മുഹറത്തിന്റെയും ദുൽഹിജ്ജയുടെയും ദുൽഖഅദിന്റെയും അതുപോലെ തന്നെ ശവ്വാലിന്റെയും റമളാനിന്റെയും ശഅബാനിന്റെയും മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റജബ് മാസത്തിൽ നമുക്ക് അല്പം ഇബാദത്തിൽ കുറച്ച് ബറക്കത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ പതിവിനപ്പുറത്ത് സമൃദ്ധമായി എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന എന്താ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ശഅബാനിലും റജബിലും ബറക്കത്ത് അല്ലാഹ് എന്നും പറഞ്ഞ് നമ്മൾ കൈയൊക്കെ പിടിച്ച് മുത്തി നേരെ വെളിയിറങ്ങിയിട്ട് ബറക്കത്ത് കെട്ടുപോകുന്ന, ബറക്കത്തില്ലാതായി പോകുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാവിലെ ദ്വാരക്കും പടച്ചോലെ നീ എനിക്ക് സമ്പത്ത് തരണേ അല്ലാഹ്. എന്നിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടാ? പഞ്ചായത്ത് ഓഫീസ്. എന്നിട്ട് പറയും എനിക്ക് പറ്റുമെന്ന് BPL കാർഡ് ആക്കി തരാൻ പറയും. അള്ളാഹിനോട് ചോദിക്കുന്നത് സമ്പത്ത് APL, ജനങ്ങളുടെ ചോദിക്കുന്നത് BPL ആക്കായി. ഇതല്ലേ മനുഷ്യന്റെ സ്വഭാവം? നമ്മുടെ സ്വഭാവം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന ഇബാദത്തുകളിൽ നിന്ന് സമൃദ്ധി, ഒരൽപ്പം വ്യത്യാസം, ഒരൽപ്പം ഗ്രാഫ് ഉയരൽ ഈ റജബിൽ നമ്മൾ കാണിക്കണമെങ്കിൽ ബറക്കത്ത് അല്ലാഹു തരൂ. ബറക്കത്ത് കെട്ടുപോകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ബറക്കത്തില്ലാതായി പോകുന്ന ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുമ്പോഴേക്കും നമ്മുടെ വിഷയം സമ്പൂർണ്ണമാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അമല് ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭാര്യയിലൊക്കെ ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകൾ പറയും ഉസ്താദ് ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കണം, ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവൾ അതുവരെയുള്ള സ്വഭാവത്തിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാക്കണം. മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം ബറക്കത്തിന് എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾ നന്നാകണം. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ ബറക്കത്ത് എന്താന്ന്? നേരത്തെ പോലുള്ളതല്ല, ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം. നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ സമൃദ്ധി അതുണ്ടാവുക. അല്ലാതെ എപ്പോഴും നമ്മൾ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ദ്വാരന്നിട്ട് അങ്ങ് പോയാ പോരാ. നമ്മൾ കൊടുക്കേണ്ട ഈ ഭാരത്തില് അല്പം വ്യത്യാസം ഉണ്ടാകണം. ഒരിക്കലും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നമ്പർ 1 ഏതാ? സൂറത്തു തൗബ. അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അല്ലാഹ് പറയുകയാണ് സൂറത്ത് തൗബ 36-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാ, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എത്രയെന്നറിയോ? 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട 12 മാസങ്ങളാ. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അത് ഭൂമി ഉണ്ടായതിനു ശേഷമല്ല, ആകാശമുണ്ടായതിനു ശേഷമല്ല. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സംവിധായകനായ, സംരക്ഷകനായ, സംഹാരകനായ അല്ലാഹ്, അവൻ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം തന്നെ 12 മാസങ്ങൾക്ക് അല്ലാഹു തആല രൂപകൽപ്പന ചെയ്തു. അത് ഏത് മാസമാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് തുടങ്ങുന്ന ഡിസംബർ വരെയുള്ള മാസമല്ല. അതുപോലെ തന്നെ ചിങ്ങം, കന്നി എന്ന് തുടങ്ങുന്ന മലയാള മാസവുമല്ല. പിന്നെ ഏത് മാസമാ ചെറുപ്പക്കാരാ? വാപ്പാട ആണ്ട് നടത്തുന്ന പൊന്നുമോനെ, ഡിസംബർ 10-നല്ലടാ വാപ്പാന്റെ ആട്. വാപ്പാന്റെ ആണ്ടപ്പോഴാണ് നടത്തേണ്ടത്. അത് അറബി മാസം നോക്കണേ മനുഷ്യ, അറബി മാസമാണ് നോക്കേണ്ടത്. ഒരു പെണ്ണിട്ട് ഇരിക്കേണ്ടത് അറബി മാസം നോക്കിയിട്ട, ഒരു പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും അറബി മാസം നോക്കിയിട്ട, നമ്മുടെ എല്ലാ കാര്യങ്ങളും, വിവാഹമാകട്ടെ, മരണപ്പെടുന്നതിന്റെ ഡേറ്റ് കുറിക്കുന്നതാകട്ടെ, കല്യാണത്തിന്റെ ഡേറ്റ് ആകട്ടെ, ഏതിനും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അറബി മാസം തന്നെയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം എന്തെന്നറിയോ? ഈ മാസങ്ങളുടെ പ്രത്യേകത ആകാശഭൂമികളുടെ സംവിധാനിച്ച അന്ന് മുതലാ. അത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട മാസങ്ങളാ. അതൊരിക്കലും അറബി മാസങ്ങളല്ലാത്ത മാസങ്ങളല്ല.
മാത്രമല്ല, എന്തുകൊണ്ട് ചരിത്രം പഠിക്കുന്നവർക്കറിയാ. എൻസൈക്ലോപീഡിയ നിങ്ങളെടുക്ക്. എന്നെ നിങ്ങളെ കൊഞ്ഞനം കുത്തണ്ട. ഏതോ ഒരു പ്രഭാഷണത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആളുകൾ എങ്ങനെ പൊങ്കാല തുടങ്ങി. അവരുടെ അടുപ്പ് തീർന്നതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല. കാരണം എന്താ? വിവരമുള്ളവന് കൃത്യമായി അത് അറിയുന്ന കാര്യമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇത് 12 രാജാക്കന്മാരുടെ പേരാ. 12 രാജാക്കന്മാരുടെ പേരാ. റോമൻ രാജാക്കന്മാരുടെ പേരിലാണ് ഈ മാസങ്ങൾ അറിയപ്പെടുന്നത്. അല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ചരിത്രം പഠിക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ എല്ലാം തള്ളവിരലിലല്ലേ? നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഇനി മലയാള മാസത്തിന്റെ കഥ പറയാം. അപ്പൊ റോമിലെ രാജാക്കന്മാർ വന്നു എപ്പോഴാ? ആകാശവും ഭൂമിയൊക്കെ ഉണ്ടായി സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമല്ലേ? അല്ലേ? അപ്പൊ മലയാള മാസത്തിന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം എന്നൊക്കെ പറയും പോലെ വേറൊരു പേരുണ്ടല്ലോ. എന്താണ്? അതെങ്കിലും ഒന്ന് പറയും. കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം എന്ന് പറയുന്നതിന് വേറൊരു പദം ഉണ്ടല്ലോ. എന്താണ്? ഏതാ? ആണ്ടല്ല, അല്ലാതെ പറയുന്നത്. അല്ലാഹു അക്ബർ. കഴിഞ്ഞ വർഷം, ഈ വർഷം എന്നതിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാ? എന്നാ പിന്നെ ഞാൻ ഈ കടക്കൽ വേറെ ആയിരിക്കും. ഞാൻ പനൂരുള്ളത് പറഞ്ഞുതരാം. കൊല്ലം, കഴിഞ്ഞ കൊല്ലം, ഈ കൊല്ലം, വരുന്ന കൊല്ലം. ഈ കൊല്ലം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും, ഇതെന്താ ഈ കൊല്ലം? നിങ്ങൾ ആരും ചിരിക്കണ്ട. രാത്രി വീട്ടിൽ പോയി നോക്കിയിട്ട് നാളെ ചിരിച്ചോളി. ഇന്നിപ്പോ ചിരിക്കണ്ട ആരും. ഈ കൊല്ലം എന്ന് പറയുന്നത് സഹോദരങ്ങളെ KL2 അത് തന്നെയാ ഈ കൊല്ലം എന്ന് പറയുന്നത്. അഥവാ നിങ്ങളുടെ ജില്ലയാണ് ഈ കൊല്ലം. നിങ്ങളുടെ ജില്ലയാണ് കൊല്ലം. ഇത് ലൈവ് ഉണ്ടല്ലോ. ഇതിനാരെങ്കിലും അല്ല എന്ന് പറഞ്ഞു വരട്ടെ. അറിയാം, നാളെ ഇത് കട്ട് ചെയ്ത് ചില രാജാക്കന്മാര് ഈ സോഷ്യൽ മീഡിയ തമ്പുരാക്കന്മാരിടും. നന്നായിട്ടറിയാം. വ്യക്തമായി നിങ്ങൾ സെർച്ച് ചെയ്യ്. കൊല്ലത്ത് വെച്ചാണ് മലയാള മാസത്തിന് പിറവിയുണ്ടായത്. കൊല്ലത്ത് വെച്ചാണ് മലയാള മാസത്തിന് പിറവിയുണ്ടായത്. തമിഴ്നാട്ടിൽ പോയ ചിങ്ങമാസം, കന്നിമാസം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം എന്ന് പറയുന്നതില്ല. അത് കർണാടകയിലില്ല. ലോകത്തെവിടെ പോയാലും ഇംഗ്ലീഷുകാരുള്ളത് കൊണ്ട് തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഉണ്ട്. പക്ഷെ അത് റോമൻ രാജാക്കന്മാരുടെ പേരാ. പക്ഷെ ലോകത്തെവിടെ പോയാലും ഒരു മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ചവനാണോ, അല്ലാഹുവിനെ ഏകനായി അംഗീകരിക്കുന്നവനാണോ, അഷ്റഫുൽ ഖൽഖിനെ ദൂതനായി അംഗീകരിക്കുന്നവനാണോ, കഅബ ശരീഫിനെ ഖിബ്ലയാക്കിയവനാണോ, മുസ്ലിം ഉമ്മത്ത് ലോകത്തുള്ള മുഴുവൻ മുസൽമാനും എന്റെ സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കുന്നവനാണോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയും ഏതാണ് അറബി മാസമെന്ന്. അല്ലേ? അറബി മാസം അല്ലാഹു സൃഷ്ടിച്ച മാസമാണ്. അറബി ഖുർആനിൽ എത്രയോ അറബി മാസങ്ങളുടെ പേര് വന്നു. മുഹറം, എത്രയോ മാസങ്ങളുടെ പേര് ഹദീസുകളിൽ വന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, 12 മാസങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകി. അതില് മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്, 4 മാസങ്ങൾ മഹത്വമുള്ളതാണ്. അതേതെന്നറിയുമല്ലോ? തുടർച്ചയായ 3 മാസങ്ങളും വേറിട്ട് നിൽക്കുന്ന ഒരു മാസവുമാണ്. തുടർച്ചയായ 3 മാസങ്ങൾ ഏതാണ്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങളാണ്. വേറിട്ട് നിൽക്കുന്ന മാസം ഏതാണ്? റജബാണ്. ഈ റജബ് മാസത്തിനെ പറ്റി അള്ളാന്റെ ഖുർആനിൽ പരോക്ഷമായി പറഞ്ഞിട്ട് അല്ല പറഞ്ഞത് എന്തെന്നറിയോ? ബറക്കത്തിന് ചോദിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വീടുകളിൽ ബറക്കത്തിന് ചോദിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം അല്ലാഹു പറയുകയാ. ഏതെന്നറിയോ? അല്ല പറയുകയാണ് 3-4 മാസങ്ങൾ പവിത്രമാണ്, പരിപാവനമാണ്, വിശുദ്ധമാണ്. അതുകൊണ്ട് ഫലാ തളിലിമോ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ശരീരങ്ങളോട് ലുൽമ കാണിക്കല്ലേ, നിങ്ങൾ ലുൽമ കാണിക്കല്ലേ. വീട്ടില് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതൊന്ന് ലുൽമ, നാട്ടില് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതൊന്ന് ലുൽമ, ഒരു മഹല്ലത്തില് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ലുൽമ. എത്രയോ പള്ളികളിലാണ് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ മെമ്പറിൽ പിടിക്കുന്ന വാളുകൊണ്ട് പ്രസിഡന്റിന്റെ വയറ്റിന് കുത്തുന്നത്. എത്രയോ പള്ളികളിലാണ് കമ്മിറ്റിക്കാരുടെ അവരുടെ മിനിറ്റ്സ് ബുക്ക് എടുത്ത്
തൂക്കത്തിട്ടിട്ട് ഇമാമിന്റെ തലയിലെറിയുന്നത്? എത്ര പള്ളികളാണ് പൂട്ടിയിടപ്പെട്ടതറിയോ? ഇതൊന്നും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പള്ളി ആരുടേതാ പ്രിയപ്പെട്ടവരെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭവനമല്ലേ, ബൈത്തുള്ളയല്ലേ, ബൈത്തുള്ളയല്ലേ. എന്റെ വീട്ടിൽ കയറി ഏവനെങ്കിലും അടികൂടിയാൽ ഞാൻ എന്താ ചെയ്യുക? എന്റെ വീട്ടിൽ ആരെങ്കിലും കയറിയിട്ട് തല്ലുണ്ടാക്കിയാൽ ഞാൻ എന്താ ചെയ്യുക? അള്ളാന്റെ പള്ളി എല്ലാത്തിനും പോന്നതാണെന്ന ചിന്തയുണ്ടല്ലോ. ഒരു പള്ളി ഒരു നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ആ നാട്ടിലെ പാവപ്പെട്ടവന്റെ, ആ നാട്ടിലെ കഷ്ടപ്പെടുന്നവന്റെ, ആ നാട്ടിലെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന്റെ, അത് മുസൽമാന്റെ മാത്രമല്ല. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ ചെറുകുളത്തുണ്ടെങ്കിൽ, ചുണ്ടയിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ കേൾക്കുന്നെങ്കിൽ അവർ കേൾക്കട്ടെ. ഈ ചെറുകുളം മുസ്ലിം ജമാഅത്ത് ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാ. ഇത് നമസ്കാരം മാത്രം നിർവഹിക്കാനുള്ളതല്ല, ഇത് നോമ്പ് പിടിക്കാൻ മാത്രമുള്ളതല്ല, ഇത് എഴുത്തിക്കാതിരിക്കാൻ മാത്രമുള്ളതല്ല, ഇത് ഖുർആൻ ശരീഫ് ഓതാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ പള്ളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചെറുകുളത്തെ ഏതോ ഒരു പൊട്ടുതൊട്ട അമ്മയുടെ മകന് പട്ടിണി കിടക്കുകയാ. ചെറുകുളത്തെ ഏതോ ഒരു കുരിശുമാല അണിഞ്ഞ മാതാവിന്റെ പൊന്നുമോള് പട്ടിണി കിടക്കുകയാ. ആ വിവരം സജീർ ഫൈസ് മിമ്പറിൽ നിന്ന് മെഹ്റാബിന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോ ആദരണീയനായ കടക്കൽ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉണ്ടല്ലോ, അത് ശിരസാ വഹിച്ചുകൊണ്ട് ഉടനെ തീരുമാനമെടുക്കുകയാ. പള്ളി ജുമാ പിരിഞ്ഞാലാരും പോകരുത്. പോക്കറ്റിലുള്ള ഓരോ നാണയത്തൊട്ടുകൾ പുറത്തുള്ള ബക്കറ്റിലിടണ്. ഇവിടത്തെ ഏതോ ഒരു ജോർജിന് സുഖമില്ല, ഇവിടത്തെ ഏതോ ഒരു ഭാർഗവതി അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് പറയേണ്ട പള്ളിയാ. അല്ലാതെ അബ്ദുല്ലാക്കും അബ്ദുൽ ഖാദറിന് മാത്രം കളക്ഷൻ എടുക്കേണ്ട പള്ളിയല്ല. എല്ലാ പള്ളികളും അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. കാരണം മദീനത്തുൻ നബവിയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോ, മദീനത്തുൻ നബവിയിൽ റസൂലുള്ള ഇരിക്കുമ്പോ അതാ മൗലവി ഗോത്രത്തിൽപ്പെട്ട പട്ടിണി പാവങ്ങൾ കയറി വരികയാ. അവരുടെ കണ്ണ് കുടിഞ്ഞിരിക്കുന്നു, കവളൊട്ടിയിരിക്കുന്നു, വയറൊട്ടിയിരിക്കുന്നു, എല്ലും തിരിക്കുന്നു. പാവപ്പെട്ടവരാണ്. വിശപ്പിന്റെ വിളിയാളം മൂലം അവിടെ ചുണ്ടുണങ്ങിയിരിക്കുകയാ. ഒരു തുള്ളി പാനം ചെയ്യാൻ അവർക്ക് വെള്ളമില്ല, പൈതാഹമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അവർ കടന്നു വന്നപ്പോൾ ബിലാൽ തങ്ങളോട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതെന്തെന്നറിയോ? ഓ ബിലാൽ, ഇഖാമത്ത് കൊടുക്കൂ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് മദീനത്തുൻ നബവിയുടെ മിമ്പർ ഉണ്ടല്ലോ, ലോക വിശ്വാസികളുടെ പ്രസംഗപീഠമുണ്ടല്ലോ, ആ മിമ്പറിലോട്ട് ലോകത്തിന്റെ നേതാവ് കയറുകയാ. ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച മാനവീക അംബാസഡർ ഉണ്ടല്ലോ, ലോകത്തെ മനുഷ്യത്വത്തിന്റെ അംബാസഡർ ഉണ്ടല്ലോ, ലോകത്തെ മുഴുവൻ മനുഷ്യരാശിയുടെയും മാനുഷികമായ പരിഗണനയുടെ ട്രാൻസ്ഫോർമർ ഉണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാ. കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ അവർ എത്രയോ നാളുകളായി വിശന്നിട്ട് ഒരു തുള്ളി വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുകയാ. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടോ? ഒരു മുണ്ട് മാത്രം ഉടുത്തിരിക്കുന്നു, മേൽമുണ്ട് ധരിക്കാൻ അവരുടെ കയ്യിൽ പണമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്, ഞാൻ നോക്കുമ്പോ അല്ലാ, കൂടുകളിൽ നിന്ന് പറവകൾ പാറിപ്പോകുമ്പോൾ മദീനയിൽ നിന്ന് സഹാബത്തിറങ്ങി ഓടുകയാ. അവർ ഓടിയിട്ട് വീടുകളിലേക്ക് ചെന്നിട്ട് അവരുടെ കൈവശമുള്ളതും എടുത്തുകൊണ്ട് വരികയാ. മദീനത്തുൻ നബവിയുടെ അകത്തളങ്ങളിൽ സ്വർണത്തിന്റെ കൂമ്പാരം വന്നു, വെള്ളിയുടെ കൂമ്പാരം വന്നു, വസ്ത്രത്തിന്റെ കൂമ്പാരം വന്നു, ഈത്തപ്പഴത്തിന്റെയും റൊട്ടിയുടെയും അതുപോലെ മുന്തിരിയുടെയും കൂമ്പാരം വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീതിച്ചു കൊടുക്കുകയാ. അതേ നാട്ടിലെ പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയാളം മാറ്റിക്കൊടുക്കേണ്ടതാ. ഇവിടെ നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും പരിഹാരം പള്ളിയിലാ നടത്തേണ്ടത്. നാട്ടിൽ നടക്കുന്ന സകല വിഷയങ്ങളുടെയും പരിഹാരം എവിടെയാണ്? പള്ളിയിലാണ് നടക്കേണ്ടത്. ഇന്ന് പള്ളിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം ചായപ്പീടികയിലല്ലേ തീരുന്നത്? തലതിരിഞ്ഞുപോയ കാലമല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ
പള്ളിയുണ്ടല്ലോ, ആ പരിശുദ്ധമായ പള്ളി, ആ പള്ളി അങ്ങനെയാണ്. നമ്മുടെ നാടുകളിലെ പള്ളി അങ്ങനെയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ പള്ളികളുണ്ടല്ലോ അത് നമ്മുടെ നാടിന്റെ ഐശ്വര്യമായ പള്ളികളാണ്. ആ പള്ളികളിൽ നമ്മുടെ നാടിന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കാൻ, ആളുകളുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കേണ്ട ഇടമാണ്. അള്ളാഹു അത്തരത്തിലുള്ള പള്ളിയാക്കി നമ്മുടെ പള്ളികളെ മാറ്റിയല്ലോ. അൽഹംദുലില്ലാഹ്, ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പള്ളികളിൽ വലാ തളിമു ഫീഹിൻ അൻഫുസകും, ഈ റജബ് മാസം എത്തുമ്പോൾ നിങ്ങൾ ളുൽമ പാടില്ല. ഒരു പള്ളിയിൽ, ഒരു മഹല്ലത്തില് ളുൽമ നടന്നാൽ ആ പള്ളിയിൽ ബറക്കത്ത് ഉണ്ടാവൂല. എത്ര വലിയ വിക്റിന്റെ മജ്ലിസ് നടന്നാൽ, എത്ര വലിയ സ്വലാത്തിന്റെ മജ്ലിസ് നടന്നാൽ, എത്ര നൂറുകണക്കിന് പെണ്ണുങ്ങളെ കെട്ടിച്ചാൽ, ഈ പള്ളികളിൽ അക്രമം നടക്കുന്നുണ്ടോ, ആ പള്ളികളിൽ ളുൽമ നടക്കുന്നുണ്ടോ, ഒരിക്കലും ആ പള്ളികളെ ബറക്കത്തില്ല. വീട്ടിൽ ളുൽമുണ്ടോ പെങ്ങളെ, അവിടെ ബറക്കത്തില്ല. നിന്റെ ഏത് മേഖലകളിലും ളുൽമുണ്ടോ, അവിടെ ബറക്കത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ അള്ളാഹു ലോക വിശ്വാസികളോട് ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നഷ്ടപ്പെടാത്ത നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു ളുൽമ്, അക്രമം ഉണ്ടാകാൻ പാടില്ല. എന്താ ഈ അക്രമം? ളുൽമ് എന്താണ്? ഖുർആൻ 3 ളുൽമ് പരിചയപ്പെടുത്തി. നമ്മൾ ചേർത്ത് നിർത്തുന്നവരാകണം മറ്റുള്ളവരെ, അല്ലേ? 9-8 ഒരു അടിയടിച്ചു എന്നാണ്. 9-8 ഒരൊറ്റ അടിയടിച്ചു. എന്താ കാര്യം? 8 ചോദിച്ചു, എന്തിനാ നീ എന്നെ അടിച്ചത്? 9 പറഞ്ഞു, നിന്റെ മുകളിലല്ലേ ഞാനുള്ളത്, അതുകൊണ്ട് അടിയാൻ തന്നതാണ്. എന്റെ താഴെടാ നീ ഉള്ളത്. 8 ഇനിയിപ്പോ എന്ത് പറയാനാ? താഴെ കിടക്കുന്ന 7 ഒരൊറ്റ അടി അടിച്ചു കൊടുത്തു. 7 ചോദിച്ചു, എന്തിനാ അടിച്ചത്? 8 പറഞ്ഞു, ഞാൻ നിന്റെ മുകളിലല്ലേ. 7 6 അടിച്ചു, 6 5 അടിച്ചു, 5 4 അടിച്ചു, 4 3 അടിച്ചു, 3 2 അടിച്ചു, 2 1 അടിച്ചു. 1 താഴോട്ട് നോക്കുമ്പോ ഒന്നുമില്ല, വെറും മൂല്യമില്ലാത്ത പൂജ്യം കിടക്കുന്നു. അതിനെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതിനെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് കിട്ടിയ അടി ഞാൻ ആർക്ക് കൊടുക്കും? 2 തിരിച്ചടിക്കാൻ പറ്റൂല, കാരണം ഞാൻ ചെറുതാ, അത് വലുതാ. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോ പൂജ്യം വിലയില്ലാത്തതുമാണ്, ആർക്കും വേണ്ടാത്തതാണ് പൂജ്യം. 1 ചിന്തിച്ചൊരു കാര്യം ചെയ്യാം, പൂജ്യത്തിനെ കൂടെ നിർത്താം. പൂജ്യത്തിനെ കൂടെ നിർത്താം. അങ്ങനെ പൂജ്യത്തിന്, ആർക്കും വേണ്ടാത്ത മൂല്യമില്ലാത്ത പൂജ്യത്തിനെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിയപ്പോ അത് എത്രയായി? പറയേ, 10. നേരെ ചെന്ന് 9 ഒരൊറ്റ അടി അടിച്ചു, അല്ലേ? ഇത് എത്രയും കാരണക്കാരനായ 9 അടിച്ചു എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ഒരാളെ ചേർത്ത് നിർത്തിയാൽ നമുക്ക് ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അല്ലാതെ അവൻ അങ്ങനെയുള്ളവരാണ് പൊക്കോട്ടെ, ഇവൻ ഇങ്ങനെയുള്ളവരാണ് ഇങ്ങോട്ട് പോട്ടെ, അങ്ങനെയല്ല. അവന്റെ വീട്ടിൽ ചെന്ന്, അവന്റെ അടുത്ത് ചെന്ന്, അവനെ പിടിച്ചിരുത്തി, അവനെ ചേർത്ത് നിർത്തി എന്തെങ്കിലുമൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒരാളെ നമ്മൾ അകറ്റി നിർത്തരുത്. ഖുർആൻ പരിചയപ്പെടുത്തിയ ളുൽമ് 3 ആണ്. 1 റബ്ബിനോടുള്ള ളുൽമ്, അത് ഒരൊറ്റ ളുൽമേ ഉള്ളൂ. ഇന്ന ശിർക ലളുൽമുൻ അളീം, അത് കഠിനമാണ് ളുൽമ്, ശിർക്ക്. ഇനിയുള്ള ളുൽമ് മറ്റുള്ളവരോടുള്ള, അപരനോടുള്ള ളുൽമാണ്. അത് അവന്റെ ഗീബത്ത്, അവന്റെ നമീമത്ത്, അവനെ ഉപദ്രവിക്കല്, അവനെ ചീത്ത പറയല്, അവനെ അധിക്ഷേപിക്കല്, അവനെ ആക്ഷേപിക്കല്, അവനെ വിമർശിക്കല്, അവനെ ഒറ്റപ്പെടുത്തല്, കുറ്റപ്പെടുത്തല്, ഇതെല്ലാം അപരനോടുള്ള ളുൽമാണ്. ഇനി 3-മതൊരു ളുൽമുണ്ട്, ഖുർആൻ പറഞ്ഞ ളുൽമ്, അത് സ്വയം ചെയ്യുന്ന ളുൽമാണ്. അതേതാ? ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ല, സ്വയം ചെയ്യുന്ന ളുൽമേതാ? നിസ്കാരം ഉപേക്ഷിക്കല്, നോമ്പ് ഉപേക്ഷിക്കല്, കള്ളു കുടിക്കല്, കഞ്ചാവ് വലിക്കല്, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നത്. പെണ്ണുങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ, +1 +2 പഠിക്കുന്ന പെൺമക്കളെ നല്ലോലെ കേട്ടോ, കഞ്ചാവ് വലിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന ളുൽമാണ്. യുവാക്കളോടൊന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അവരൊക്കെ ഇപ്പൊ നല്ല മാന്യന്മാരാ പള്ളിയിൽ കയറി. ഇപ്പോഴത്തെ മുഴുവൻ കഞ്ചാവിന്റെ അടിമകളും 13 14 വയസ്സുള്ള പെൺപിള്ളേരാ. അല്ലാന്ന് നിങ്ങൾ പറയണ്ട. ഈ ലോകം മൊത്തവും മുസ്ലിം പെൺകുട്ടികളെ പറ്റിയിട്ടുള്ള വലിയ ചർച്ചകളാണ്. നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ ബറക്കത്തില്ലാത്ത മക്കളായി പോകും, ഒരു രക്ഷയുമില്ല. മുസ്ലിം പെൺകുട്ടികളുടെ, കൗമാരക്കാരികളായ മുസ്ലിം പെൺകുട്ടികളുടെ ഇതുപോലുള്ള ലഹരി ഉപയോഗങ്ങൾ ഇന്ന് വൈറലായി കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവത്തിൽ രക്ഷകർത്താക്കൾ കാണണം. അവൻ പറയും, ഉസ്താദ് എന്റെ മോൾ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പൊ മോളെ വിളിച്ചിട്ട് ചോദിക്കേടി അങ്ങനെയാടി. അപ്പൊ അവള് പറയുന്ന തട്ടിപ്പിന്റെ 1 നമ്പർ വെർഷൻ എന്നറിയോ?
തട്ടിപ്പിന്റെ പുതിയ വെർഷൻ ഏതാ? ഈ പെണ്ണ് പറയും, അപ്പ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഞാൻ 8ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചല്ലേ, ഞാൻ എന്ന് യാസീൻ ഓതുന്നോളല്ലേ, ഞാൻ എന്നും ഖുർആൻ ഓതുന്നവളല്ലേ, ഞാൻ അങ്ങനെ ചെയ്യോ? എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ വാപ്പ? ഈ പറയുന്നതിനെ 3 വട്ടം സൂക്ഷിക്കണം. ഈ പറയുന്നതിനാണ് സൂക്ഷിക്കേണ്ടത്. സാമ്പത്തിക തട്ടിപ്പടത്തുന്ന ആരാണ്? സാമ്പത്തിക ഒരത്തൻ വലിയൊരു വീഴ്ചയിൽ വീണു സാമ്പത്തിക വിഷയത്തിൽ. ചോദിച്ചു, നീ എന്താടാ ചെന്ന് വീഴാൻ കാരണം? അവൻ പറഞ്ഞത്, ഞാൻ അവനെ വിളിക്കുമ്പോഴൊക്കെ അവൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 2 ബെല്ല് കേട്ടിട്ട് എടുക്കുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ ആ പേജ് ഇവിടെ തീർന്നിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാ എടുത്തതെന്ന് പറയും. ഇടയ്ക്കൊക്കെ രാത്രിയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ തഹജ്ജുദില, പകൽ വിളിക്കുമ്പോൾ ലുഹായില, ഞാൻ പള്ളിയിൽ ഈത്തിക്കാഫായിരുന്നു. അവന്റെ DP ഉണ്ടല്ലോ, വാട്സപ്പിന്റെ DPയിൽ എനിക്ക് എന്റെ അള്ളാഹു മതി, വേറെ ആർക്കും ഇല്ലാത്തൊരു അള്ളാഹ്. തട്ടിപ്പാണ്. മുഹീദ്ദീൻ ശൈഖിനെ ഇടും, റിഫായി ശൈഖിനെ ഇടും, കടുവാത്തങ്ങളെ പിടിച്ചാണ് ഇടും. അവനൊക്കെ സൂക്ഷിക്കണം. കാരണം എന്താ? ഇതൊക്കെ ഒരു വെർഷനാണ്, പുതിയ വെർഷൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഒരാളോടും നമുക്ക് അക്രമം വേണ്ട, അള്ളാഹിനോട് തീരെ വേണ്ട. സ്വന്തം ശരീരത്തോടുള്ള ദുൽമ്, നിസ്കാരം ഇല്ലാതിരിക്കലാണ്, ലഹരി ഉപയോഗമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല, കാരണം പറഞ്ഞിട്ട് സമയം നഷ്ടപ്പെടുന്നതല്ലാതെ ഇബാദത്ത് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു കുറച്ച് അമലുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ, നിങ്ങൾ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ വേഴാമ്പലിന്റെ കളകൂജനം പോലെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അറിവിന്റെ വലിയ സമാഹാരം ഞാൻ നിരത്തി വെക്കുകയല്ല. എന്നെക്കാളും ഒക്കെ വിവരമുള്ളവരാ നിങ്ങൾ. എനിക്ക് വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ട് ആദ്യമായിട്ട് പ്രസംഗം എഴുതി തന്ന ഇപ്പോഴും എനിക്കറിയാം. വിശ്വത്തിന്റെ വിവിധ വീതികളിൽ വിമോചനത്തിന്റെ വിവേക വിജ്ഞാന വിപ്ലവത്തിന്റെ വീരേതിഹാസം വിരചിച്ച വിശ്വവിമോചകൻ എന്ന് പറഞ്ഞാണ് എന്റെ പ്രസംഗത്തിന്റെ ഹെഡിങ്. അത് ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് തന്നതാണ്. ഞങ്ങളെ കടക്കൽ ഉസ്താദ് എന്നാ പറയുന്നത്. അവിടെ എന്നെ മദ്രസയിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ എനിക്ക് ആദ്യമായി പ്രസംഗം എഴുതാൻ ഞാൻ പണ്ടുകൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറയും. അപ്പൊ ഈ നിലയിൽ നമുക്ക് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോ ഈ കുറെ കഞ്ചാവിന്റെയും ലഹരിയുടെയും കാര്യമില്ല. ഇതാരാ നന്നാവുക? എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ചില കള്ളുകുടിയുടെ കാര്യം കേൾക്കുമ്പോൾ പടച്ചോനെ യൗമാരൊക്കെ കള്ളു കുടിക്കുവോ? ചില വാർത്തകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ യുവ കള്ളു കുടിക്കുവോ? നമ്മൾ ഞെട്ടിപ്പോകുന്ന ചില ആളുകൾ കള്ളുകുടിയന്മാരത്രേ. അത് എവിടെ വെച്ചാണ്? അൽഹംദുലില്ലാ, നമ്മളൊക്കെ അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി മരിക്കുന്നത് വരെ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊന്നും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇടങ്ങളിൽ വെച്ച് കള്ളുകുടിക്കുന്നു. അള്ളാഹു എന്തൊരു അദാബറക്കാനുള്ള തീരുമാനമാണ്. കോവിഡ് തന്നിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ല. അള്ളാഹു കോവിഡ് തന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അള്ളാഹ് ഇനിയും വലുതുണ്ട്. എപ്പോഴും അള്ളാഹു ചെറുതെ പുറത്തെടുക്കൂ. ഇത് ഞാൻ പറയുന്നതല്ല. വല നുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ എല്ലാ തിന്മകളും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ഡോസ് ചെറുത് അല്ലാഹ് തരും. ദൂനൽ അദാബിൽ അക്ബർ, വലുത് പിന്നെ തരുള്ളൂ. അള്ളാഹു തന്നതൊക്കെ ചെറുതാ. ഇത് ഏറ്റവും ചെറുത് നമുക്ക് തന്നിട്ട് താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാണത്തിന്റെ മുഖം ഇങ്ങനെ മറച്ചു വെച്ച് ഇപ്പൊ പലരുടെയും ചെവി ഇങ്ങനെ ഇരിക്കുക. ഇനി മാസ്ക് ബാക്കിൽ വെച്ചിട്ട് തിരിച്ചു കെട്ടണം, എങ്കിലേ ഈ റബ്ബർ വളഞ്ഞു പോകുമ്പോൾ പിടിച്ച് കെട്ടൂലേ കമ്പി വെച്ച്. അത് കണക്ക് എല്ലാത്തിന്റെ ചെവി ഇങ്ങനെയായി. നിങ്ങൾ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഷാൾ എടുക്ക് മാറ്റാത്ത. ചെവിയൊക്കെ ഇങ്ങനെ ആയി പോയെന്നേ ഈ മാസ്ക് ഇട്ടിട്ട്. എന്നിട്ട് നമ്മൾ പഠിച്ചോ? നമ്മൾ പഠിക്കില്ല. ഇനി അള്ളാഹ്ക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. പള്ളി പൂട്ടിയിട്ടും പള്ളി തുറന്നിട്ടതൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ നന്നാവൂല സഹോദരങ്ങൾ. നമ്മൾ പൊട്ടന്മാരാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നമ്മളൊക്കെ എത്ര നന്നാവെന്ന് വിചാരിച്ചാലാ? കൂട്ടത്തിലുള്ള നന്നായില്ലെങ്കിൽ അള്ളാഹു അദാബ്, നിസ്കാരം ഇല്ലാത്തവന് ഒരു ശിക്ഷ, അപ്പുറത്ത് കഞ്ചാവ് വലിക്കുന്നവന് വേറെ ശിക്ഷ. അങ്ങനെയല്ല. അള്ളാഹ് ഇറക്കുമ്പോൾ ഒരുമിച്ച് ഇറങ്ങുള്ളൂ. എല്ലാം അനുഭവിച്ചേ മതിയാവും. സൂഫിയാക്കളും അനുഭവിക്കണം, ഔലിയാക്കളും അനുഭവിക്കണം, മുത്തഖീങ്ങളും അനുഭവിക്കണം, മുഖലിസീങ്ങളും അനുഭവിക്കണം, പാപികളും അനുഭവിക്കണം. എല്ലാവരും അനുഭവിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ദ്വാരക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ദ്വാരം നോളി. അള്ളാഹു അതുപോലെ ഒരു വിപത്ത് ഇറങ്ങുമ്പോൾ ഫഖബലിനായിലേക്ക് ഗൈറ മഫ്തൂൻ, അള്ളാഹുവെ കുഴപ്പമൊന്നുമില്ല, നീ എന്നെ തിരിച്ചു വിളിക്കണേ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ലുൽമ് പാടില്ല. ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധയോടെ കേട്ടോ. ലുൽമ് ചെയ്താൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുതരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു അവസരത്തിൽ പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ 3 അബൂ ഹുറൈറ തങ്ങൾ അറിയാലോ. എന്താ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഏറെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാ എന്നാ. അബൂ ഹുറൈറ എന്ന് പറയാൻ കാരണം വേറൊരു കാരണമാണ്. ഇന്നിപ്പോ നമ്മളൊക്കെ
മൃഗങ്ങളെ കൊല്ലുന്നവരാ, മൃഗങ്ങളോട് കരുണയില്ലാത്തവരാ എന്നൊക്കെ പറഞ്ഞ് ആധിക്ഷേപിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നിർത്താൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു ലീഡർ അബൂ ഹുറൈറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്ന വഴിയിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഈ സഹാബി കയ്യിൽ എന്തോ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഒരു ഉള്ളം കയ്യിൽ എന്തോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്താ അബ്ദുള്ള, നോക്കട്ടെ? ഇല്ല നബിയെ, ഒന്നുമില്ല. എന്നാലും നോക്കട്ടെ അബ്ദുള്ള, എന്താ കയ്യിരിക്കുന്നത്? ഇതൊരു ചെറിയ പൂച്ചയാ നബിയെ, ഇതൊരു ചെറിയ പൂച്ച എനിക്ക് കിട്ടിയത്, ഞാൻ എടുത്തുകൊണ്ട് വന്നതാ. ഹിറത്ത് എന്നാണ് പൂച്ചയ്ക്ക് അറബി പറയുക. അപ്പോ അള്ളാന്റെ റസൂല് സ്നേഹത്തോടെ ഈ പൂച്ചയോടുള്ള എത്ര സ്നേഹം കണ്ടപ്പോ നബിതങ്ങളെ അബ്ദുള്ള സഹാബിയെ വിളിച്ചു, യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചയുടെ വാപ്പാന്ന് വിളിച്ചു. ആ പേര് തന്നെ ഇപ്പോഴും ഉള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ആരംഭിക്കുക. അതാണ് സഹജീവികളോടുള്ള സ്നേഹം. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് നമ്മുടെ നേതാക്കന്മാരുടെ പേരിലും അങ്ങനെയുണ്ട്. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലുൽമ എന്ന് പറയുന്നത് ജീവിതത്തിൽ കടന്നു വന്ന നമ്മുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ലുൽമ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ ലാലിമത്താണെങ്കിൽ പെണ്ണ്, നിന്റെ വീട്ടിൽ ബറക്കത്തില്ല മോളെ, ബറക്കത്തില്ല. നിന്റെ പൊന്നുമക്കളെ നീ വഞ്ചിക്കുന്നവളാണ്, ലാലിമത്താണെങ്കിൽ പെണ്ണ്, നിനക്ക് വീട്ടില് ബറക്കത്ത് വരൂല. ആര് ദുൽമ കാണിക്കുന്നുവോ അല്ലാഹു ബറക്കത്തങ്ങെടുത്ത് കളയും. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന ദുആ ഇറക്കുന്ന റജബ്, ആ റജബിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ബറക്കത്ത് തരാം, പക്ഷേ ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ദുൽമ കാണിക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, എന്റെ നഷ്ടം 3 കാര്യങ്ങളാണ്. എന്താ 3 നഷ്ടങ്ങൾ എന്നറിയോ? ഒന്ന്, വഫാത്തു റസൂലില്ലാഹ്, എന്റെ പുണ്യ പൂമാനി ലോകത്തെ ജീവിതം പൂർത്തിയാക്കിയത് എനിക്ക് വലിയ നഷ്ടമാ. എന്റെ റസൂലുള്ളാഹിന്റെ വിയോഗം എനിക്ക് നഷ്ടമാണ്. ഒന്നാമത്തേത്. രണ്ടാമത്തെ നഷ്ടമേതെന്നറിയോ? അത് ഖത്ലു ഉസ്മാൻ ദുന്നൂറൈനി എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 പൊന്നുമക്കൾ റുഖയ്യയെയും ഉമ്മു കുൽസുവിനെ കല്യാണം കഴിച്ച മാരനായ, ഇനി എനിക്ക് 100-ലധികം മക്കളുണ്ടെങ്കിലും ഞാൻ ഒന്നൊന്നിന് പുറകെ ഒന്നൊന്നായി മരിച്ചാൽ 100 ഞാൻ കെട്ടിച്ചു കൊടുക്കുന്ന എന്റെ ഉസ്മാനാണെന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ കയറിയിട്ട് ദാടിയിൽ പിടിച്ച് വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിയെറിഞ്ഞിട്ട് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നുകളഞ്ഞ ആ ഉസ്മാൻ തങ്ങളുടെ ധീരരക്തസാക്ഷിത്വം എനിക്ക് വല്ലാതെ ജീവിതത്തിൽ വന്ന നഷ്ടമാണ്. ഇനി 3-മത്തേത് അബൂ ഹുറൈറയുടെ പറച്ചിലെന്തെന്നറിയോ? എന്റെ ഒരു സഞ്ചി കളഞ്ഞുപോയി. അതാണ് ഒരു സഞ്ചി നഷ്ടപ്പെട്ടു പോയി. അതാണ് എന്റെ ജീവിതത്തിലെ 3-മത്തെ നഷ്ടം. വഫാത്ത് റസൂലിനോടും ഉസ്മാൻ തങ്ങളുടെ ഷഹാദത്തിനോടും ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സഞ്ചി പോയി എന്ന് പറയുമ്പോൾ ന്യായമായിട്ട് അവിടെ സംശയം വന്നു ആളുകൾക്ക്, എന്താ സഞ്ചിക്കകത്തുള്ളത് പറയും. ആ സഞ്ചിക്കകത്ത് എന്തായിരുന്നു? കാരണം റസൂലുള്ളാഹി വഫാത്തും ഉസ്മാൻ തങ്ങളുടെ ഷഹാദ രക്തസാക്ഷിത്വം ഒക്കെ മനസ്സിലാവും. അതോട് കടപിടിക്കുന്ന നിങ്ങളുടെ ഈ സഞ്ചിയുടെ പ്രശ്നം എന്താ? അബൂ ഹുറൈറ തങ്ങൾ ചരിത്രം പറഞ്ഞു. എന്താണെന്നറിയോ? ഒരു ദിവസം ഞാനും എന്റെ ഹബീബും കൂടി നടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലും ഞാനും കൂടി നടന്നു പോകുമ്പോൾ നബി തങ്ങൾക്ക് നല്ല വിശപ്പായി. വല്ലാത്ത വിശപ്പ് വന്നപ്പോ ചോദിച്ചു, അബൂ ഹുറൈറ കയ്യിൽ വല്ലതുകൊണ്ടോ? ഞാൻ എന്റെ സഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ച ഈത്തപ്പഴം എടുത്ത് എന്റെ ഹബീബിന് കൊടുത്തു. എന്റെ റസൂൽ അത് കഴിച്ചിട്ട് ബോധിച്ചു, അബൂ ഹുറൈറ നിനക്ക് ഏത് സമയത്തും കഴിക്കാൻ അതിനകത്ത് ഈത്തപ്പഴം വേണോ? ബലാ യാ റസൂലല്ലാഹ്, എനിക്ക് വേണം നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ സഞ്ചിയിലെ ഈത്തപ്പഴത്തിന് വേണ്ടി ബറക്കത്തിന് ദുആ ഇറക്കുകയാ. അല്ലാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ആ സഞ്ചിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആ ബറക്കത്ത് അല്ലാഹു തആല അബൂ ഹുറൈറയുടെ സഞ്ചിയിൽ കൊടുത്തു.
സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ തന്നെ പറയുകയാ, എന്റെ റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുഴുവനും ഞാൻ അതിൽ നിന്ന് കഴിച്ചു. അബൂബക്കർ തങ്ങളുടെ ഭരണകാലത്തും ഞാൻ അതിൽ നിന്ന് കഴിച്ചു. ഉമർ തങ്ങളുടെ കാലത്തിലും ഞാൻ അതിൽ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഉസ്മാൻ തങ്ങളുടെ കാലമെത്തുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയുന്ന ആ ഒരു വലിയ അക്രമം നടന്നപ്പോൾ എന്റെ ആ സഞ്ചിക്കകത്ത് പിന്നെ എനിക്ക് ഈത്തപ്പഴം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ സഞ്ചി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. എന്റെ സഞ്ചി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ദുൽമ നടന്നപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അക്രമം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് അക്രമവും വേണ്ട, ആരെ ഉപദ്രവിക്കുകയോ ആരോടെങ്കിലും നമുക്ക് മനുഷ്യനാകാൻ മതി. മനുഷ്യനാകാൻ നമ്മൾ ശ്രമിക്കുക. ഒരു രാജാവിന്റെ ഒരു ഗുരുവിന്റെ മുമ്പിലേക്ക് ഒരു ശിഷ്യൻ 3 പേരെ കൊണ്ടുവന്നു. 3 പേരെ കൊണ്ടുവന്ന് നിർത്തി. ആ 3 പേരിൽ ഒരാൾ പറഞ്ഞു, ഗുരു, ഞാൻ വലിയ സാഹസിക പ്രിയനാണ്, എനിക്ക് പലതും കാണിക്കാൻ പറ്റും. ഗുരു ചോദിച്ചു, നിങ്ങൾ എന്താ കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒന്നാമൻ പറഞ്ഞു, ഞാൻ നല്ല അന്തരീക്ഷത്തിലൂടെ പറന്ന് ഞാൻ നടക്കും. ഇതുപോലത്തെ ഒരു തള്ളല് നമ്മൾ വേറെ കേട്ടിട്ടുണ്ടോ? ഗുരുവിനോട് പറയാ, ഞാൻ അന്തരീക്ഷത്തിലൂടെ പറന്നു പോവും. മറ്റയാള് പറഞ്ഞു, ഞാനേ വെള്ളത്തിന്റെ അടിയിലൂടെ മണിക്കൂറുകളോളം നീന്തിപ്പോകും, തല ഉയർത്തൂല. ഇത് രണ്ടും കേട്ടപ്പോ ശിഷ്യൻ അത്ഭുതം കൂറി ഇങ്ങനെ നിൽക്കുക. എന്താ ഈ പറയുന്നത്? ഗുരുവിന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല. മൂന്നാമൻ എന്താ ചെയ്തതെന്നറിയോ? അയാൾ ഈ പറച്ചില് മാത്രമല്ല, ലൈവായിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തു. അയാൾ ചാടി ഒരു മരത്തിന്റെ മുകളിൽ കയറി, എന്നിട്ട് അടുത്ത ചില്ലയിലേക്ക് ഒരൊറ്റ ചാട്ടം, അവിടെ നിന്ന് വേറൊരു ചില്ലയിൽ, വേറൊരു ശിഖരത്തിൽ, വേറൊരു മരത്തിൽ, അങ്ങനെ ചാടി 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 നേരെ മൂട്ടിലിറങ്ങിയപ്പോ 3 പേരെയും ഗുരു പറഞ്ഞു വിട്ടു, പൊയ്ക്കോളാൻ പറഞ്ഞു. ശിഷ്യൻ ഇങ്ങനെ ഈ അത്ഭുത പ്രകടനങ്ങൾ കാഴ്ച 2 അത്ഭുത പ്രകടനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ ആളുകളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കുക. ഗുരു എല്ലാരും പോയപ്പോ ശിഷ്യനോട് ചോദിച്ചു, നിനക്ക് അത്ഭുതം വല്ലതും തോന്നിയോ? അത്ഭുതം തോന്നി ഗുരുവോ? അപ്പൊ ഗുരു പറഞ്ഞു, എനിക്ക് ഒരു അത്ഭുതവും ഇല്ല. അതെന്താ നിങ്ങൾക്ക് അത്ഭുതം ഇല്ലാത്തത്? എടാ, പറക്കാൻ പക്ഷികൾക്ക് കഴിയൂലേ? പക്ഷികൾ പറക്കൂലേ? മത്സ്യങ്ങൾ അടിയിലൂടെ ഊളിയിട്ട് പോകൂലേ? പിന്നെ മൂന്നാമൻ ചാടിയത് കുരങ്ങൻ ചാടുമ്പോൾ അവനെ കൊണ്ട് ചാടാൻ പറ്റുമോ? ഇതൊന്നും വലിയ അത്ഭുതം ഇല്ല മോനെ. പക്ഷേ ഈ 3 പേർക്കും മനുഷ്യനായി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. മനുഷ്യനായി ജീവിക്കാൻ കഴിയണം. പറക്കാൻ അവനെ കൊണ്ടും പറ്റും, ഊളിയിടാൻ ആരെ കൊണ്ടും പറ്റും, മരത്തിന്റെ മുകളിൽ കയറി ചാടാൻ ആരെ കൊണ്ടും പറ്റും. ലോകത്ത് പല അത്ഭുതങ്ങൾ കാണിക്കാനും പറ്റും. ടിക്ടോക്കിലായാലും അല്ലാതെ ഒക്കെ കാണിക്കാൻ പലതും പറ്റും. പക്ഷെ തൊട്ടപ്പുറത്ത് വിശപ്പിന്റെ വിളിയാളം മൂലം കഷ്ടപ്പെടുന്നവനെ ചേർത്ത് നിർത്താൻ, അവനൊരു സഹായം നൽകാൻ ഒരു പള്ളി സാമ്പത്തിക പ്രതിസന്ധിയിലെത്തുമ്പോൾ ആ പള്ളിയിൽ ഒരു ധനസമാഹരണം നടക്കുമ്പോ, ഇത് എന്റെ റബ്ബിന്റെ പള്ളിയാണ്, നാളെ ഞാൻ ഈ പള്ളിപ്പറമ്പിൽ ചരിഞ്ഞ് ഞാൻ കിടക്കേണ്ടവനാണ് എന്ന ഒരു ബോധം വരാൻ മനുഷ്യർക്ക് കഴിയുന്നത് പാടാ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ളുൽമു വേണ്ട. ഒന്നാമത്തെ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് ളുൽമിലൂടെയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തേതെന്നറിയോ സഹോദരൻ? അതുകൊണ്ട് ളുൽമു നമുക്ക് പാടില്ല. ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കരുത് സഹോദരങ്ങളെ. ഒരാളെ കൊണ്ട് നമ്മൾ മോശം പറയിപ്പിക്കരുത്. അങ്ങനെ നമുക്ക് കഴിയണം ജീവിക്കാൻ. ചിലരൊക്കെ മരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആളുകൾ പറയും, ഓ ശല്യം ഒഴിഞ്ഞു മതി, ഇപ്പോഴാണ് ഒരു സ്വസ്ഥത വീണത്. അങ്ങനെ പറയിപ്പിക്കരുത്. പലരുടെയും മയ്യത്തുകൾക്ക് ശേഷം കേട്ടിട്ടുണ്ട് നമ്മൾ. നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരയുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണമെന്നല്ല ഈ പറയുന്നത്. നമ്മൾ മരിക്കുമ്പോ കരയേണ്ടതാരാ? നമ്മൾ മരിക്കുമ്പോ നമ്മൾ കാരണം വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ട ആ കാലങ്ങളിൽ, ആ സമയമത്രയും നമ്മുടെ ഖുർആനിന് സാക്ഷിയായിരുന്ന നമ്മുടെ ചുമരുകൾ കരയണം, നിസ്കാരപ്പായ കരയണം. കരയുന്നത് അവര് കരഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ മരിക്കുമ്പോ എല്ലാവരും നമ്മൾ ഒഴിഞ്ഞു പോയതിൽ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത്. എത്ര ആളുകൾ മരിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ആരും അപ്പോഴൊന്നും അത് പറയില്ല, പക്ഷേ പിന്നീടൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അയാൾ ഭയങ്കര, ഇതൊന്നും വേണ്ട, നിങ്ങൾ കേട്ടിട്ടില്ലേ ചില സ്ഥലങ്ങളില്, ഓ പാവം ആ പെണ്ണനുഭവിച്ച ത്യാഗം,
ഇനിയെങ്കിലും അവക്കൊരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് മയ്യത്തെടുക്കുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കേൾക്കാം. അവർക്ക് ഇതാണല്ലോ ജോലി. എങ്ങനെ കിടക്കുക, ചക്കച്ചുള പോലെ നടന്നവനാ, ഇപ്പം മാങ്ങാ പാണ്ടി കണക്ക് കിടക്കുന്നതൊക്കെ പറഞ്ഞ പെണ്ണുങ്ങൾ വരുന്നത്. അതൊക്കെ വലിയ തെറ്റാ. നമ്മളതൊന്നും പറയണ്ട. അപ്പോ ഈ കാണൽ തന്നെ സുന്നത്തില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ പിന്നെ ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ ആള് കയറ്റുന്നത് പോലെ ചോദിക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോ ഒന്ന് പോയി കാണാത്തവനാ മരിച്ചപ്പോ ആളുകളുടെ ഇടയിൽ തിക്കിത്തിരക്കി ഓടുന്നതില്ലേ. ചൂടുള്ളപ്പോ സ്നേഹം കൊടുക്കണം. ചൂട് മാറി തണുത്തുറയ്ക്കുന്ന ശരീരത്തില് നിങ്ങൾ ആ സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല. ചൂടുള്ളപ്പോ സ്നേഹം കൊടുക്കണം, അതിന് കഴിയണം. ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. മരിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താ, അയ്യോ എനിക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റിയില്ലേ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോ നല്ല നിലയിൽ അവർക്ക് വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞോ? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ് നിസ്സാരമല്ല. നമുക്ക് ജീവിതത്തിൽ ബറക്കത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉസ്താദേ, ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. പക്ഷേ ഏറ്റവും ഗുരുതരമായത് മഹാനായ അബുൽ ഖാസിം അൽ ഹകീം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഏതെങ്കിലും പാപങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, മരിക്കാൻ നേരത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും പാവം ഉണ്ടോ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞെന്താണെന്നറിയോ? ഈ പറയുന്ന തെറ്റുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈമാൻ മരണപ്പെടുന്ന സമയത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചെറുകുളം പള്ളിയിലെ ഖബർസ്ഥാനിൽ അടക്കി എന്ന് പറയുന്നത് പരലോക വിജയത്തിന് ക്വാളിറ്റി അല്ല. സജീർ ഫൈസി ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു എന്ന് പറയുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമല്ല. ഏതെങ്കിലും മുസ്ലിം പള്ളികളിലെ ഉസ്താദുമാരും അതുപോലെ തന്നെ അവിടുത്തെ ഭാരവാഹികള് മയ്യത്ത് നമസ്കാരത്തിന് ശേഷവും വീട്ടിൽ വന്ന് അനുശോചന യോഗം വെച്ചു എന്നത് ഒരിക്കലും നിനക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് കരുതരുത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പറയുന്ന ഉസ്താദിനോ കമ്മിറ്റിക്കാർക്കോ പൊതുസമൂഹത്തിനോ ഒന്നും കാണാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അബുൽ ഖാസിം അൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാ. ഒന്നാമത്തേത് തർക്കു ശുക്രി അലൽ ഇസ്ലാം. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ അത്? തർക്കു ശുക്രി അലൽ ഇസ്ലാം, മുസ്ലിമാക്കിയതിന് അതിന്റെ പേരിൽ ഒരു നന്ദി, അൽഹംദുലില്ലാഹ്, ഞാനൊരു മുസ്ലിം ആയല്ലോ. അതിന്റെ പേരിൽ ആരാ വണ്ടി എടുക്കുമ്പോ അൽഹംദുലില്ലാഹ്. ഒരുത്തം വന്നിട്ട് പറയാം, മൈലേജ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അത് പിന്നെ അങ്ങനെ ദ്വാരെന്നാ കിട്ടും? എണ്ണ അടിച്ചേ പറ്റുള്ളൂ. ആ കമ്പനി പറയണ മൈലേജേ കിട്ടുള്ളൂ, അല്ലാതെ ദ്വാരെന്നും പറഞ്ഞ മൈലേജ് ഒന്നും കിട്ടൂല. വണ്ടി എടുക്കുമ്പോ അൽഹംദുലില്ലാഹ്. വീട് വെച്ചിട്ട് പാലാച്ചിന് വന്നിട്ട് ചോദിക്കും, എങ്ങനെയാ സജീർ ഫൈസി ഉസ്താദിന്റെ വീട് പാലാച്ചി കഴിഞ്ഞുള്ളൂ, നല്ല മനോഹരമായ വീട് അൽഹംദുലില്ലാഹ്. ഉസ്താദുമാരുടെ ഒക്കെ വീട് അങ്ങനെ വേണം. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ആ മുസ്ലിയാക്കന്മാർക്ക് പിന്നെ ചെറ്റക്കൂര അതല്ല. ഉസ്താദുമാർക്ക് അൽഹംദുലില്ലാഹ് ഒരു 90% ആളുകളും ചെറുകുളത്ത് നിന്ന് അവിടെ എത്തി. അല്ലേ ഉസ്താദെ? ചെറുകുളത്ത് നിന്ന് അവിടെ എത്തി. ആ സന്തോഷത്തില് കല്ലിട്ടത് ഒക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. കല്ലിട്ടതൊക്കെ ഉസ്താദ് അവറുകളാ. കൂട്ടത്തിൽ നമ്മളുണ്ടായിരുന്നു. അത് വലിയൊരു കോൺക്രീറ്റ് ഞാനല്ലേ അതാ താമസിച്ചത്. അപ്പൊ ഏതായാലും ആലിമീങ്ങളെ കൊണ്ടല്ലേ ജയിപ്പിക്കണം, നമ്മളെ കൊണ്ട് കോൺക്രീറ്റ് ഇട്ട. അപ്പൊ ഈ നിലയിൽ നമ്മള് നല്ല വീട്, മനോഹരമായ വീട് അൽഹംദുലില്ലാഹ്. ജീവിതത്തിന്റെ ഒരു സ്വപ്നമാണ് ഓടി നടന്നൊരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നല്ല വീട് വെക്കണം. മസ്കൻ, ഖുർആൻ പറഞ്ഞത് മസ്കൻ, ദാറ്, ബൈത്ത് എന്ന 3 കാര്യമാണ് ഈ വീട്ടിന് പറഞ്ഞത്. മസ്കൻ സമാധാനം. ചെറുകുളത്ത് കിടന്നാലും സമാധാനം ഉണ്ടാവൂല. സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ പോയി കിടക്കണം. കാലും കൈയൊക്കെ നിവർത്തി വെച്ച് തന്റെ മെത്തയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം ചെറുകുളം പള്ളിയിലല്ല, ഇനി ഒരു പള്ളി കിടന്നാലും കിട്ടൂല. കാരണം സമാധാനം നമുക്ക് എവിടെ 10,000 രൂപയുടെ ഫ്ലാറ്റ് എടുത്താലും കിട്ടൂല. കിട്ടുന്ന നമ്മുടെ സ്വന്തം വീട്ടിൽ വരണം. പിന്നെ ദാറെന്ന് പറഞ്ഞാൽ അല്ലത് യദൂറു ബിഹിന്ന. നമ്മൾ എവിടെ പോയാലും കൊടൈക്കനാൽ കറങ്ങാൻ പോയാലും മനസ്സ് ചുറ്റിപ്പറ്റി എവിടെ കിടക്കുക. യദൂർ എന്ന് പറഞ്ഞാൽ ചുറ്റുക, വീട്ടിനെ ചുറ്റിപ്പറ്റിയാ കിടക്കുക. അതല്ലേ ചില ആളുകൾ എടുത്തിട്ട് കൊടൈക്കനാൽ പോയാലും നോക്കും, വീടിന്റെ അപ്പുറ സൈഡ് ഇപ്പുറ സൈഡ് ക്യാമറ ഉണ്ടല്ലോ, കാരണം ചുറ്റിക്കിടക്കുകയാണ് അവിടെ. പിന്നെന്താ ബൈത്ത് എന്ന് പറഞ്ഞാൽ അത് യബീതു ബിഹി, എവിടെ കിടന്നാലും കിട്ടാത്ത സുഖം രാത്രി വീട്ടിൽ കിടക്കണമെങ്കിൽ നമ്മുടെ അവിടെ തന്നെ പോകണം. അതാണ് നല്ലൊരു വീട് അൽഹംദുലില്ലാഹ്. മനോഹരമായ വീട്. ആ വീട് ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമല്ലേ? ഉസ്താദുമാർക്ക് നല്ല വീട് വേണം. എന്റെ പള്ളിയിലെ ഇമാമിന്റെ വീടാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റണം.
നല്ല വീട് വേണം, അൽഹംദുലില്ലാ. അപ്പൊ ഈ വീടിന്റെ പാലുകാച്ചിന് ആളുകളൊക്കെ വരുമ്പോ, ഞാൻ സജീർ ഉസ്താദ് പറഞ്ഞതല്ല പറയണ കേട്ടോ, ഞാൻ ഓർത്തപ്പം വീടിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു പോയതാ. നമ്മൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാ, അല്ല തന്ന വീടാളെയാ അൽഹംദുലില്ലാ, അല്ല തന്നത് അൽഹംദുലില്ലാ, അല്ല തന്ന വീട് അൽഹംദുലില്ലാ. 1000 വട്ടം പറയും എല്ലാവരും അല്ലേ. കയറിയിരിക്കും മാമി, അള്ളാഹു തന്ന വീടാ അൽഹംദുലില്ലാ, മദനി കയറിയിരിക്കും അല്ല തന്ന വീടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കയറ്റിയിരുത്തും. പക്ഷെ ഈ പറച്ചിൽ ജീവിതത്തിൽ അൽഹംദുലില്ലാ എന്നെ മുസ്ലിമാക്കി, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഓ പടച്ചോനെ ഞാൻ മുസ്ലിം അല്ലല്ലോ, മുസ്ലിം ആകാതിരുന്നില്ലല്ലോ. അങ്ങനെ മരിക്കുന്ന നേരത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മെഹ്റാബിന്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞിരുന്നിട്ട് അബൂൽ ഉലുഅ എന്ന് പറയുന്ന സത്യനശേരി വലീദ് ബിൻ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്ന വലിയായിരുന്ന അദ്ദേഹത്തിന്റെ ജോലിക്കാരനായിരുന്ന ഈ അബൂൽ ഉലുഅ എന്ന് പറയുന്ന ഭിഖാരി ഇരുതല മൂർച്ചയുള്ള കത്തി ഉമർ ഫാറൂഖ് തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ ആ മെഹ്റാബിൽ പടഞ്ഞു വീണ് നേരം സുബഹിയുടെ സമയത്ത് മെഹ്റാബിനകത്ത് പടഞ്ഞു ഉമർ ഫാറൂഖ് തങ്ങളെന്ന കിസ്റയും കൈസറയും പറപ്പിച്ച ഖത്താബിന്റെയും ഹംദബയുടെയും മകനായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പടയുമ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചത്, എന്നെ ആരാ കുത്തിയതെന്നാ ചോദിച്ചത്. എന്തിനാണ്? അതിന്റെ പേരിൽ ഒരു പ്രതികാരം നടപടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, അവനെയും തിരിച്ചു കുട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആരാ എന്നെ കുട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അത് ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ കിടന്ന് ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ വയറിൽ നിന്ന് ദയാഗ്ര വെള്ളച്ചാട്ടം പോലെ ചോര ചാലിട്ടൊഴുകുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ കമീസ് മുഴുവനും ചെഞ്ചായമണിഞ്ഞപ്പോൾ മെഹ്റാബിനകത്ത് കിടന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒരു മുസ്ലിമായ ഒരുത്തൻ, ഒരു സുജൂദ് ചെയ്യാത്ത ഒരുത്തൻ എന്നെ കൊന്നില്ലല്ലോ, നിനക്ക് സുജൂദ് ചെയ്യാത്ത ഒരുത്തൻ എന്നെ കൊന്നല്ലോ, അൽഹംദുലില്ലാ, അവനെ നാളെ ഞാൻ എടുത്തോളാം. സുജൂദ് ചെയ്തവനായിരുന്നെങ്കിലോ വലിയ പാടാ അവിടെ എടുക്കാൻ. അതാണ് എന്നെ മുസ്ലിമാക്കി, എന്നെ കൊന്നവൻ മുസ്ലിം അല്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അൽഹംദുലില്ലാ, ഒരു എപ്പോഴെങ്കിലും ഞാനൊരു മുസ്ലിം ആയല്ലോ, അൽഹംദുലില്ലാ. നമ്മൾ പലപ്പോഴും പറയും, നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കയറി അങ്ങനെ സലാം പറയാൻ പോകുമ്പോ, ഓഫീസിലൊക്കെ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന കാണാം. നമ്മളെ കാണുമ്പോൾ അതൊക്കെ ഫോണൊക്കെ എടുത്ത് വെച്ച് മാസ്ക് ഒക്കെ എടുത്ത് വെച്ചല്ലേ. കാരണം എന്താ? നമ്മൾ ചെന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ഇരിക്കുന്ന അര മുസ്ലിം ആയിട്ടാ. ഞാൻ ഒറിജിനൽ മുസ്ലിം ഒന്നും അല്ല, പിന്നെ പള്ളിയിലൊക്കെ വെള്ളിയാഴ്ചയൊക്കെ കയറും എന്നൊക്കെ പറഞ്ഞാലേ ജോലിയൊക്കെ സ്ഥിരപ്പെടുകയും ശമ്പളമൊക്കെ കിട്ടുള്ളൂ. ചിലരുടെ കാര്യമല്ല പറയുന്ന ചിലര്. പക്ഷേ എന്തിനാ നമ്മളൊരു മുസ്ലിം ആയതിന്റെ പേരിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് അതല്ലേ തർക്കു ശുക്രി അലൽ ഇസ്ലാം. മുസ്ലിം ആയതിന്റെ പേരിൽ ശുക്ർ ഒഴിവാക്കുന്നത് മരണം, ഈമാനില്ലാതെ മരിക്കാൻ കാരണമാണ് എന്ന് മഹാനായ അബുൽ ഖാസിമുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് എപ്പോഴും അൽഹംദുലില്ലാ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മക്കളല്ല, ഏറ്റവും വലിയ സൗഭാഗ്യം അൽഹംദുലില്ലാ മുസ്ലിമായി കിട്ടിയതാ. രണ്ടാമത്തേതോ തർക്കുൽ ഖൗഫി അലാ ദഹാബിൽ ഇസ്ലാം, ഇസ്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേടി ഒഴിവാക്കൽ. അത് ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാണ്. നമുക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. നമ്മുടെ പേടി എന്താ? അല്ലാഹുവേ, ഇനി ഇങ്ങനെയൊക്കെ പോയാൽ 2025 വരുമ്പോ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാനാ? 2025 വന്നാൽ 2026 കൂടെ വരും, അല്ലാതൊന്നും സംഭവിക്കാനില്ല. എന്ത് സംഭവിക്കാനാ സഹോദരങ്ങളെ? 2025 വരുമ്പോ എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനില്ല. എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഇതിനു മുമ്പ് 2025 എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആരൊക്കെ വന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയും ഭീകരവാദിയും വംശീയവറിയനുമായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരി സാക്ഷാൽ ഫിർഔൻ. ആ ഫിർഔൻ വന്ന ലോകത്ത് ഇനി ആര് വന്നാ നമുക്കെന്താ? നമ്രൂദ് വന്ന ലോകത്തിന് ഏവം വന്നാ നമുക്കെന്താ? ഇത് ആദ്യത്തെ ഭൂതകാലം എന്ന് പറയാം. ഇനി ഫ്യൂച്ചർ എടുക്ക്, ഇനി ഭാവി എടുക്ക്. ദജ്ജാൽ വരുന്ന, യജൂജ് മൗജൂജ് വരുന്ന, ദാബത്തുൽ അർള് വരുന്ന ഈ മണ്ണിൽ നമുക്ക് ഏവം വന്നാ എന്താ? ഏത് ഏവൻ വന്നാ എന്താ? ഒന്നും നമുക്ക് പ്രശ്നമല്ല. അൽഹംദുലില്ലാ. നമ്മൾ ഭയപ്പെടേണ്ടത് ഇവിടെ കിടക്കാൻ പറ്റുമോ, കിടക്കാൻ പറ്റൂലേ, നിൽക്കാൻ പറ്റുമോ, നിൽക്കാൻ പറ്റൂലേ, വോട്ടിടാൻ പറ്റുമോ, വോട്ടിടാൻ പറ്റൂലേ, റേഷൻ കാർഡ് കിട്ടോ കിട്ടാതിരിക്കോ, ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ കളഞ്ഞിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോവോ ഇല്ലയോ എന്നതിനെ പറ്റി പേടിക്ക്. അള്ളാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ.